കൊലപാതകം നടന്നിരിക്കുന്നു. രണ്ട് കൊല്ലത്തെയും കോട്ടയത്തെയും കൊലപാതകങ്ങളാണ് ഇന്ന് സംസ്ഥാനത്ത് ഞെട്ടിച്ചുകൊണ്ടുണ്ടായിരിക്കുന്നത്. കോട്ടയം തിരുവാതുക്കലിലാണ് ഇത്തരത്തിൽ യുവാവിനെ കുത്തിക്കൊന്നത്. പുതുപ്പള്ളി സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത്. കോൺഗ്രസ് മുൻ കൗൺസിലർ അനിൽകുമാറും മകൻ അഭിജിത്തും ചേർന്നാണ് കൊലപാതകം നടത്തിയത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, കോട്ടയത്തെ സംസ്ഥാനത്തെ നടുക്കിയ ഒരു കൊലപാതകം വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഇത് എപ്പോഴായിരുന്നു സംഭവം? ആരാണ് പ്രതികൾ? എന്തായിരുന്നു മോട്ടീവ്? ഒരുപക്ഷെ കോട്ടയം നഗരത്തിലൊക്കെ സുപരിചിതനായ കോൺഗ്രസ് കൗൺസിലറാണ് ടിറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന അനിൽകുമാറിന്റെ മകനാണ് ഈ ഒരു കൊലപാതകം നിർവഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. വെസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനിൽകുമാറിനും ഒപ്പം തന്നെ ഭാര്യയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെയുള്ള കുറ്റം എന്ത് എന്നുള്ളത്, കൊലപാതകത്തിൽ നേരിട്ടുള്ള പങ്ക് എന്ന നിലയിൽ തന്നെയാണോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇയാളുടെ മകനായ അഭിജിത്ത് നേരത്തെയും ലഹരി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അടിപിടി കേസുകളിലൊക്കെ സ്ഥിരം പ്രതിയായിട്ടുണ്ട് ഈ കൗൺസിലറുടെ മകൻ. അതുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് ഈ ആദർശമായിട്ടുള്ള തർക്കത്തിന് കാരണം. ഇന്നലെ രാത്രി ഫോൺ വഴി ആദർശും ഈ അഭിജിത്തും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് റോബിൻ എന്ന ആളുമായി ചേർന്നുകൊണ്ട് ഈ അഭിജിത്ത് ഇവിടേക്ക് ആദർശ് ഈ അഭിജിത്തിന്റെ വീടിന്റെ സമീപത്ത് എത്തുന്നു. കോട്ടയം നഗരത്തിന് സമീപമുള്ള മാണിക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. അവിടെ വെച്ചാണ് പിന്നീട് തർക്കമുണ്ടാകുകയും കയ്യിൽ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഇയാൾ കുത്തുകയും ചെയ്തത്. ഈ അനിൽകുമാർ അടക്കം ഈ സംഭവ സ്ഥലത്ത് ഉണ്ട്. അയാൾ ഇത് പിന്തിരിപ്പിക്കാൻ തയ്യാറാകുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നത് ഇനിയും വ്യക്തമല്ല. തുടർന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പ്രതിയെ വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാരൊക്കെയും അപ്പോൾ ഉണർന്നു വന്ന് ഈ പോലീസിനെ സഹായിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും കോട്ടയം നഗരത്തെ സംബന്ധിച്ച് വളരെ സുപരിചിതനായ കൗൺസിലറായിരുന്നു അനിൽകുമാർ. ഇപ്പോഴും സജീവമായ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് വിമതനായി നിൽക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. കെ മുരളീധരനുമായൊക്കെ വളരെ അടുപ്പമുള്ള നേതാവാണ്. കെ മുരളീധരൻ എപ്പോൾ കോട്ടയത്തെത്തിയാലും ഒപ്പം അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അനിൽകുമാർ. എന്തായാലും അയാൾക്ക് ഇതിൽ കൊലപാതകത്തിൽ നേരിട്ടുള്ള പങ്ക് എന്ന നിലയിൽ തന്നെയാണ് പോലീസ് കേസെടുക്കുക എന്നതിൽ ഇനിയും ഒന്നുകൂടി വ്യക്തത വരുന്നുണ്ട്. പോലീസ് ഇക്കാര്യങ്ങളെല്ലാം ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകമാണ് ഇത് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും? അത്തരത്തിലൊരു രാഷ്ട്രീയ ഈ കൊല്ലപ്പെട്ട യുവാവ് ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണിയിലുള്ള ആളാണോ? പരിപൂർണമായും ഇതൊരു ലഹരി കേസുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല. ഈ കൊല്ലപ്പെട്ട ആൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ കൊലപാതകത്തിന്റെ കാരണം രാഷ്ട്രീയമല്ല എന്ന് തന്നെ പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 1500ഓളം രൂപയ്ക്ക് MDMA കടം വാങ്ങിയിരുന്നു ഈ അഭിജിത്തിൽ നിന്ന്. അയാൾ സ്ഥിരമായി ഇവിടേക്ക് മയക്കുമരുന്ന് കൊണ്ടുവരികയും അത് വിപണനം ചെയ്യുന്നൊക്കെ ആളാണ് ഈ അഭിജിത്ത്. അങ്ങനെ കേസുകളിൽ അറസ്റ്റിലാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ വാഹനം പണയം വെച്ച് ഇതിലൊരാളുടെ വാഹനം പണയം വെച്ച് 10,000 രൂപ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തർക്കവും ഈ ഒരു തർക്കത്തിലേക്കും ഈ ഒരു കൊലപാതകത്തിലേക്കും കലാശിച്ചതായി പറയുന്നുണ്ട്. 10,000 രൂപയും ഒപ്പം തന്നെ ഈ 1,500 രൂപയും, ഈ രണ്ട് സാമ്പത്തിക ഇടപാടുകളാണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് പെട്ടെന്നുള്ള പ്രകോപനത്തിലേക്ക് നയിച്ചത്. രാത്രി ഉണ്ടായ ഈ ഫോൺ വിളികളാണ് പ്രകോപനത്തിന് കാരണമാകുകയും തുടർന്ന് ഈ പ്രതിയുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് ആദർശ് ഉൾപ്പെടെയുള്ളവർ എത്തുകയായിരുന്നു. ഇതിനിടെയാണ് കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തുകൊണ്ട് ഈ പ്രതി അഭിജിത്ത് ഇവരെ കുത്തുന്നത്. എന്തായാലും ഈ രണ്ടുപേരെയും, ഈ അനിൽകുമാറിനെയും ഒപ്പം തന്നെ ഭാര്യയും ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇവർ പ്രതി ചേർക്കപ്പെടുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. പക്ഷേ എന്ത് വകുപ്പുകളാണ് ചുമത്തുക എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സമാനമായ രണ്ട് കൊലപാതകങ്ങളാണ് ഇന്ന് കേരളത്തെ നടുക്കിക്കൊണ്ടുണ്ടായത്. ഒന്ന് കൊല്ലത്തും, ഇപ്പോഴിതാ ഒന്ന് കോട്ടയത്തും.